കുംഭമേളയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹിച്ചത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എൻ്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല. പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഒരു ഈ പറയുന്ന 40 കോടി 50 കോടി അല്ലെങ്കിൽ അവരെ വടവത നമ്പർ ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ എ ബിലീവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഈ പറയുന്ന അമൃതസാൻ, ഗംഗയിൽ അമൃതുണ്ടാവുന്നു, നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ്. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല. മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിരും. തന്നെ എനിക്ക് അലർച്ചി. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ്. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. അറിയാതെ ബഹുമാനത്തോടെ സംസാരിക്കടാ. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. കുളിച്ചിട്ട് ചൊറി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അവമാനിക്കാൻ വേണ്ടിയില്ല അങ്ങനെ പറഞ്ഞ